ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. മലയാള കലണ്ടർ പ്രകാരം ഏറെ ഐശ്വര്യം നൽകുന്ന ദിനങ്ങളിലൊന്നാണ് കുംഭഭരണി. മലയാള മാസമായ കുംഭത്തിലെ ഭരണി നക്ഷത്രം വരുന്ന ദിവസമാണ് കുംഭഭരണിയായി ആഘോഷിക്കാറുള്ളത്. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പോരാതെ മീനമാസത്തിലെ ഭരണിയും അത്യാദരപൂർവ്വം ആഘോഷിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഈ വർഷം കുംഭഭരണി മഹോത്സവം വരുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നേടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമായാണ് കുംഭഭരണി പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നടത്തുന്ന ഉപാസനകൾക്കും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾക്കുമൊക്കെ ഭക്തർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കാറുമുണ്ട്. ദേവി തൻ്റെ ഭക്തരിൽ പെട്ടെന്ന് സംപ്രീതയാവുകയും അതുപോലെ തന്നെ തന്നെ ആശ്രയിച്ചു വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കുംഭഭരണി ദിവസം എന്ന് പറയുന്നത്. ദേവിയുടെ രൗദ്രമായ ഭാവമായാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ സംരക്ഷിക്കാനായാണ് ഭദ്രകാളി ദേവി അവതരിച്ചത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കുംഭഭരണി ദിവസം വൈകുന്നേരം നാമജപത്തോടെ ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭദ്രകാളി ദേവി യുദ്ധത്തിൻ്റെ ദേവിയായാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ശക്തിയുടെയും ആദിപരാശക്തിയുടെയും ഏറ്റവും ക്രൂരമായ രൂപങ്ങളിലൊന്ന് തന്നെയാണ് ഭദ്രകാളി ദേവി. ഭദ്രകാളി അമ്മയെ നിരവധി ക്ഷേത്രങ്ങളിൽ ദുർഗാദേവിയായും മഹാദേവിയായും മഹാമായയായും ആരാധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഭദ്രകാളി, മഹാകാളി, ചാമുണ്ഡി, കരിങ്കാളി മൂർത്തി എന്നിങ്ങനെ ദേവിയെ വിളിക്കപ്പെടുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ഭദ്രകാളി അമ്മ ഉഗ്രരൂപിയാണെന്നും ക്രൂരയുമാണെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആൾക്കാരോട് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും അമ്മ ചെയ്യില്ല. നേരെ മറിച്ച് തന്നെ അത്യാദരപൂർവ്വം ശ്രേഷ്ഠതയോടുകൂടി തന്നെ ഭജിക്കുന്ന തൻ്റെ പ്രിയ ഭക്തരെ അമ്മയെപ്പോലെയാണ് ഭദ്രകാളി അമ്മ കണക്കാക്കുന്നത്. തൻ്റെ മക്കളെ പോലുള്ള ഭക്തർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുവാനും ദേവി അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെയും മറികടക്കാനായിട്ട് ഭദ്രകാളിയെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചൊവ്വാദോഷം, ഗൃഹദോഷം ഉൾപ്പെടെയുള്ള എല്ലാ ജാതക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും ദേവീക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും അതുപോലെ തന്നെ ദർശനവും ഒക്കെ നടത്തുന്നത് വളരെ അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. കുംഭഭരണി നാളിൽ ലളിതാ സഹസ്രനാമവും ദേവി മാഹാത്മ്യമൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ശുദ്ധമായ മനസ്സോടെയാണ് ദേവിയുടെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ അത്രത്തോളം മനസ്സിന് കളങ്കമില്ലാത്ത മനസ്സുമായി നമ്മൾ ദേവിയെ ഭജിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദേവി ചെവി കൊള്ളാതെ ഇരിക്കില്ല. ഈ ഒരു ദിവസം ദേവീക്ഷേത്രങ്ങളിൽ കടുംപായസവും അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലിയും ഗുരുതിയും ചുവന്ന പട്ട് സമർപ്പിക്കലൊക്കെ വളരെ ഉത്തമമായിട്ടാണ് അല്ലെങ്കിൽ വളരെ ഐശ്വര്യദായകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കുംഭഭരണി ദിവസം സന്ധ്യയ്ക്ക് വിളക്കു കൊളുത്തി ദേവീനാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ശ്രേയസ്സും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കും എന്നതാണ് വിശ്വാസം. പ്രസാദിനിയായും ക്ഷിപ്രകോപിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയെ നമ്മൾ കണക്കാക്കാറുള്ളത്. ദേവിയുടെ അനേക രൂപങ്ങളിൽ ഏറ്റവും പ്രശസ്തവും അതുപോലെ തന്നെ ശക്തി വിശേഷമുള്ള ഭാവമാണ് ഭദ്രകാളി ഭാവം. ജീവിതത്തിലുണ്ടാകുന്ന പല മനോവിഷമങ്ങൾക്കും, നേരത്തെ പറഞ്ഞ പോലെയുള്ള പല മനോവിഷമങ്ങൾക്കും പരിഹാരമായി ഭരണി വ്രതം, നമ്മൾ ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന പോലെ തന്നെ നല്ല ശുദ്ധിയായി നേർമയായ മനസ്സോടുകൂടി ഭദ്രകാളി അമ്മയെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്രതം നോൽക്കുന്നത് വളരെ ഉത്തമമായി കണക്കാക്കുന്നു. ഇനി വ്രതം അനുഷ്ഠിക്കാൻ കുംഭഭരണി ദിവസം ഭരണി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ലളിതമായ നാമജപത്തിലൂടെ ഭദ്രകാളി അമ്മയുടെ മൂലമന്ത്രം ജപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയുടെ ഏതെങ്കിലും ഒരു സ്തുതികൾ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഐശ്വര്യങ്ങൾ പൂർണ്ണമായും ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്.
ഈ ഒരു കുംഭഭരണി നാളിൽ വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി വെച്ച് 2 നേരം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് അത് ചൊല്ലാം. അത് വളരെയധികം നല്ലതാണ്. ഇനി അതിന് സാധിക്കാത്തവർക്ക് വൈകുന്നേരം ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് വളരെ ശ്രേയസ്കരമാണ്. കാരണം ഭദ്രകാളി അമ്മയെ ജപിക്കലാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായി ഈ ഒരു ദിവസം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഭദ്രകാളി സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുകയാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംശ്ച കുലധർമ്മംശ്ച മാംശ്ച പാലയ പാലയ. ഈ ഒരു ഭദ്രകാളി സ്തുതി 3 തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് മാറാരോഗങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ മൂലമൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ശമനം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.